നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്താണെങ്കിലും സ്വന്തം മൈതാനത്ത് ജയിക്കാൻ RCBക്ക് കഴിയുന്നില്ല. മഴ പെയ്ത് ഓവറുകൾ വെട്ടിച്ചുരുക്കിയ കളിയിലും അവർ തോറ്റു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ കളിച്ച 3 കളികളും അവർ തോറ്റിരിക്കുകയാണ്. അതേസമയം എവേ മത്സരങ്ങൾ കളിച്ചതൊക്കെ ജയിച്ചിട്ടുമുണ്ട്. വല്ലാത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണത്. എന്തായാലും PBKS ഇതാ RCBയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് 7 കളികൾ 5 വിജയം 2 തോൽവികൾ 10 പോയിന്റുമായിട്ട് അവർ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB 14 ഓവറുകളായി ചുരുക്കിയ മത്സരത്തിൽ 9 വിക്കറ്റിന് 95 റൺസാണ് അടിച്ചത്. അതിൻ്റെ കാരണം അത്രയെങ്കിലും റൺസിലേക്ക് എത്താനുള്ള കാരണം ടിം ഡേവിഡിൻ്റെ കിടിലൻ ഫിനിഷിംഗ് ആണ്. മറുഭാഗത്ത് PBKS നിശ്ചിത 14 ഓവറുകളിലാണ് ഇത് ചേസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ 12.1 ഓവറുകളിൽ തന്നെ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. നെഹാൽ വധേരയുടെ ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത RCB വലിയ രൂപത്തിൽ കൊളാപ്സ്ഡ് ആവുന്ന കാഴ്ചയാണ് തുടക്കത്തിലെ നമ്മൾ കണ്ടത്. ഫിൽസാൾട്ട് 4 റൺസ്, വിരാട് കോഹ്ലി 1 റൺസ്, 2 ഓപ്പണർമാരെയും ഹർഷ്ദീപ് സിംഗ് ആണ് പറഞ്ഞു വിട്ടത്. ലിയാം ലിവിങ്സ്റ്റൺ ആവട്ടെ 4 റൺസ്, ജിതേഷ് ശർമ്മ 2 റൺസ്, കൃണാൽ പാണ്ഡ്യ 1 റൺസ്, രജത് പട്ടീദാറാണ് ആ ഒരു ടോപ്പ് ഓർഡറിൽ 2 അക്കം കണ്ട ബാറ്റർ ഉള്ളത്. 18 പന്തുകൾ നേരിട്ട് അദ്ദേഹം 23 റൺസാണ് അടിച്ചത്. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു. അപ്പം ബൻഡാഗയെ ഇമ്പാക്റ്റ് സബ്ബാക്കി ഇറക്കി അദ്ദേഹം 1 റൺസ് എടുത്തു പോയി. ഭുവനേശ്വർ കുമാർ 8 റൺസ്, ദയാൽ ഡക്ക്. ഇങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ മറുഭാഗത്ത് കിഡിലനായിട്ട് ഫിനിഷ് ചെയ്യുന്ന ടിം ഡേവിഡിന് അവസാന പന്ത് നോ ബോൾ വന്നതുകൊണ്ട് വീണ്ടും ഒരു ബോൾ കൂടി ബാറ്റ് ചെയ്യാൻ കിട്ടിയപ്പോൾ അദ്ദേഹം 50 പൂർത്തിയാക്കുകയും ചെയ്തു. 26 പന്തിൽ 5 4 3 6 അടക്കം അദ്ദേഹം 50 റൺസാണ് കുറിച്ചത്. PBKSന് വേണ്ടി ഹർഷ്ദീപ് സിംഗ് 3 ഓവറിൽ 23 റൺസ് 2 വിക്കറ്റ് എടുത്തു. യെൻസൺ 3 ഓവറിൽ 10 റൺസ് 2 വിക്കറ്റ് എടുത്തു. ചാഹൽ 3 ഓവറിൽ 11 റൺസ് 2 വിക്കറ്റ് എടുത്തു. ബ്രാറിനാണ് അടി കിട്ടി ടിം ഡേവിഡിൻ്റെ ആ ഒരു കൈകാര്യം ചെയ്യൽ കിട്ടിയത്. എങ്കിലും അദ്ദേഹം 2 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. അങ്ങനെ 96 റൺസ് വിജയലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ PBKSന് വേണ്ടി ഓപ്പണർമാർ പ്രിയാൻഷ് ആര്യ 16 റൺസും പ്രഭ്സിമ്രാൻ സിംഗ് 13 റൺസുമാണ് എടുത്തത്. അയ്യർ 7 റൺസുമായിട്ട് മടങ്ങി. ഇംഗ്ലീഷ് 14 റൺസ്. ഒരു ഓവറിൽ തുടരെ വിക്കറ്റുകൾ എടുത്ത് ജോഷ് ഹേസൽവുഡ് RCBക്ക് ഒരു പ്രതീക്ഷ കൊടുത്താണ്. പക്ഷേ നെഹാൽ വധേര കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു PBKSനെ. 19 പന്തിൽ നിന്ന് 3 4 3 6 അടക്കം അദ്ദേഹം 33 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഹേസൽവുഡ് 3 ഓവറിൽ 14 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ഏതായാലും കളി മികച്ച രൂപത്തിൽ തന്നെ PBKS വിജയിച്ചു. RCBക്ക് സ്വന്തം മൈതാനത്തെ ആ ഒരു കാലിടറിൽ തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.